നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? മനുഷ്യ മനസ്സിലൂടെ ഒരു ദിവസം 70,000-ത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഇതിൽ 90% ചിന്തകൾ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു ഒബ്സർവറായിട്ട് മാറാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കിയാലോ. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കണ്ണടച്ചിരിക്കുക. ഒരു സ്വസ്ഥമായിട്ടുള്ള സ്ഥലത്ത് റിലാക്സ് ചെയ്തിട്ട് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ ബ്രീത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. ഒരു 2-3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എന്നിട്ട് വളരെ ദൂരെയുള്ള സൗണ്ടുകളിലേക്ക് ഫോക്കസ് ചെയ്യുക. വാഹനങ്ങളുടെ സൗണ്ടാവാം, പുറത്തു നിന്ന് പക്ഷികൾ കരയുന്നതാവാം, അങ്ങനെയുള്ള സൗണ്ടുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിൽ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു സൗണ്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് കുറച്ചുകൂടി അടുത്തുനിന്ന് വരുന്ന സൗണ്ട്, അത് ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള സൗണ്ട്, അത് നമ്മളെ ഉമ്മ നമ്മളെ ജ്യേഷ്ഠന്മാരോട് അനിയന്മാരോടൊക്കെ വർത്തമാനം പറയുന്നതാവാം, അല്ലെങ്കിൽ നമ്മളെ ക്ലോക്കിൻ്റെ സൗണ്ടാവാം. ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യാം. കുറച്ച് സമയം അങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മളെ ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. നല്ല ഡീപ്പ് ബ്രീത്ത് 2-3 പ്രാവശ്യം എടുക്കുക. എന്നിട്ട് നമ്മളെ ഹാർട്ട് ബീറ്റിൽ ഫോക്കസ് ചെയ്യാം. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം നമ്മളൊരു ചിന്തയും അലോ ചെയ്യാതിരിക്കുക. അത് നമുക്ക് കുറേ സമയമൊന്നും കഴിയില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനങ്ങനെ നമ്മൾ ഒബ്സേർവ് ചെയ്യുക. അതങ്ങനെ തന്നെ വാനിഷ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. പിന്നെ വേറൊരു ചിന്ത വരും, അതും അങ്ങനെ വാനിഷ് ചെയ്യാം. ഇതിൽ നമ്മൾ ഇതുപോലെ നമ്മൾ കുറേ ദിവസം ചെയ്ത് കഴിഞ്ഞാലും, എന്നും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തോട്ടിന്മേലൊരു കൺട്രോൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചിന്തകളാണല്ലോ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവുന്നതാണ്. താങ്ക് യു.